Hi students, welcome back to our next session. In this class, we can discuss about cost unit. What do you mean by cost unit? Cost unit is the unit in which the cost is expressed and ascertained. It is a device used for the purpose of dividing the cost into smaller subdivisions attributable to the product or service. Cost unit is the unit in which the cost is expressed and ascertained. കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാനും അസർട്ടൈൻ ചെയ്യാനുമുള്ള ആ യൂണിറ്റിനെയാണ് നമ്മൾ പറയുന്നത് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. വെനെവർ വി ആർ ഡീലിംഗ് വിത്ത് ക്വാണ്ടിറ്റീസ് we use some units to express those quantities. For example, distance is expressed in meters or kilometers. Time is expressed in hours, minutes, seconds, etc. അപ്പോൾ ഈ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാനും എക്സ്പ്രസ് ചെയ്യാനുമുള്ള ആ യൂണിറ്റിനെയാണ് നമ്മൾ പറയുക കോസ്റ്റ് യൂണിറ്റ്. It is a device used for the purpose of dividing the cost into smaller subdivisions attributable to the product or service. It is considered as a device. ഒരു ഡിവൈസ് പോലെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് ഫോർ ദ പർപ്പസ് ഓഫ് ഡിവൈഡിങ് ദ കോസ്റ്റ് ഇൻ ടു സ്മോളർ സബ് ഡിവിഷൻസ്. നമ്മുടെ കോസ്റ്റിനെ ചെറിയ ചെറിയ സബ് ഡിവിഷൻസ് ആക്കി നമ്മളൊരു പ്രൊഡക്റ്റിലേക്ക് അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റിനെ നമ്മൾ സബ് ഡിവിഷൻ ആക്കുന്ന ഒരു പ്രോസസ്സാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസാണ് കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് അസർട്ടൈൻ ചെയ്യുന്നതിന് വേണ്ടി ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ കോസ്റ്റിനെ ചെറിയ ചെറിയ ഡിവിഷൻസ് ആക്കി മാറ്റാണ്. അതാണ് കോസ്റ്റ് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ടൺസ്. ഇപ്പോൾ എക്സാമ്പിൾ പറയുക വെച്ചാൽ നമ്മൾ സ്റ്റീൽ ഇൻഡസ്ട്രി ആണെന്ന് വിചാരിക്കുക. സ്റ്റീൽ ഇൻഡസ്ട്രി ആണെങ്കിൽ അതിൻ്റെ ഔട്ട്പുട്ട് നമ്മൾ മെഷർ ചെയ്യുന്ന ഒരു മെഷർ എന്ന് പറയുന്നത് ടൺസിലാണ്. ഇനി നമ്മൾ പെയിന്റ് ആണെന്ന് വിചാരിക്കുക. പെയിന്റ് ആണെങ്കിൽ നമ്മളുടെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ലിറ്റർ ആണ് അല്ലെ, ലിറ്ററിലാണ് നമ്മൾ അതിനെ മെഷർ ചെയ്യുക. അതായത് കോസ്റ്റ് അസർട്ടൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കോസ്റ്റ് യൂണിറ്റ്. ഇനി നമ്മൾ ഇപ്പോൾ ടെലിവിഷൻ സെറ്റാന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ സെറ്റ് എന്നാണ് പറയുക. ഓരോ ടെലിവിഷനും നമ്മൾ സെറ്റ് എന്നാണ് നമ്മൾ പറയുക. അതുപോലെ തന്നെ നമ്മൾ ഇപ്പോൾ ഓട്ടോമൊബൈലൊക്കെ ആണെങ്കിൽ നമ്പർ ആയിട്ടാണ് നമ്മൾ പറയുക. സിമൻ്റ് ആണെങ്കിൽ നമ്മൾ ടൺസിലാണ് പറയുക. അപ്പോൾ അങ്ങനെ ഓരോന്നിൻ്റെയും കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യാനുള്ള ആ ഒരു യൂണിറ്റിനെയാണ് നമ്മൾ പറയുക കോസ്റ്റ് യൂണിറ്റ്. ഫോർ എക്സാമ്പിൾ, ഇൻ കേസ് ഓഫ് സ്റ്റീൽ ഇൻഡസ്ട്രി ഇറ്റ്സ് ഔട്ട്പുട്ട് ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ടൺസ്. Then there are two types of cost unit. First one, simple cost unit and composite cost unit. Simple cost unit and composite cost unit. Simple cost unit measures only one characteristics. ഒരു പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ഒരു സർവീസിൻ്റെ ഒരേ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം സ്പെൽസ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, പെർ ടൺ, പെർ കെ ജി അങ്ങനെ നമ്മൾ പറയില്ല. അപ്പോൾ അതായത് ഒരേ ഒരു മെഷർമെൻറ്റ്, ഒരേ ഒരു ഇത് മാത്രം എടുത്തിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് മാത്രം എടുത്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് എന്നാണ് പറയുക. ദെൻ കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ്. What do you mean by composite cost unit? It is a unit which takes into two aspects. രണ്ട് ആസ്പെക്ട്സുകൾ നമ്മൾ എടുത്തിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് പറയാം അത് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ആണ്. ഇറ്റ്സ് എ കോമ്പിനേഷൻ ഓഫ് ടു സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ്. These are used generally in service sector organizations. ഇപ്പോൾ നമ്മൾ പറയും പാസഞ്ചർ പെർ കിലോമീറ്റർ. അവിടെ നമ്മൾ പാസഞ്ചറിൻ്റെ എണ്ണവും പറയുന്നുണ്ട്, കിലോമീറ്റർ പറയുന്നുണ്ട്. രണ്ടും ഒരു തരത്തിൽ മെഷർമെൻ്റ് ആണ്. അങ്ങനെയുള്ള മെഷർമെൻറ്റുകളെയാണ് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയാം. ഇപ്പോൾ സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് കിലോഗ്രാം, അതുപോലെ തന്നെ ലിറ്റർ, ടൺ, കിലോമീറ്റർ അങ്ങനെ നമ്മൾ പറയാണ്. ഒരേ ഒരു എലമെന്റ് മാത്രമാണ് നമ്മൾ പറയുന്നതെങ്കിൽ അത് സിമ്പിൾ കോസ്റ്റ് യൂണിറ്റ് ആണ്. അറ്റ് ദ സെയിം ടൈം 2 or more എലമെന്റ്സ് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ അത് കോമ്പോസിറ്റ് കോസ്റ്റ് യൂണിറ്റ് ആണ്. ഫോർ എക്സാമ്പിൾ, പാസഞ്ചർ പെർ കിലോമീറ്റർ. രണ്ട് കാര്യങ്ങൾ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്തു. Then cost center. What do you mean by cost center? For the convenience of cost ascertainment and cost control, an organization is divided into several small parts or divisions or units. That is called cost center.
കോസ്റ്റ് അസെർട്ടൈൻ ചെയ്യാനും കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും വേണ്ടി ആ ഒരു കംഫർട്ടിന് വേണ്ടിയിട്ട് ഓർഗനൈസേഷനെ നമ്മൾ പല യൂണിറ്റുകളായിട്ട് അല്ലെങ്കിൽ പല പാർട്ടുകളായിട്ട് അല്ലെങ്കിൽ പല ഡിവിഷൻസ് ആയിട്ട് തിരിക്കുന്നുണ്ടെങ്കിൽ അതാണ് കോസ്റ്റ് സെന്റർ. ഇറ്റ് ഈസ് ദ ഡിപ്പാർട്ട്മെന്റ്, ഡിവിഷൻ ഓർ സബ് ഡിവിഷൻ ഓഫ് എൻ ഓർഗനൈസേഷൻ ഇൻ ഓർഡർ ടു അക്യുമുലേറ്റ് കോസ്റ്റ്. കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യാനും കോസ്റ്റ് അസെർട്ടൈൻമെന്റിന് വേണ്ടിയിട്ടും കോസ്റ്റ് കൺട്രോളിന് വേണ്ടിയിട്ടും ഒരു ഓർഗനൈസേഷനെ ഡിഫറെൻറ്റ് പാർട്സ് ആക്കി നമ്മൾ തിരിക്കുന്നുണ്ടെങ്കിൽ ആ പാർട്ടുകളെയാണ് നമ്മൾ പറയുക കോസ്റ്റ് സെന്റർ. Costs are accumulated and ascertained in respect of each department or division. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഡിവിഷനിലുമാണ് ആ ഡിവിഷൻ ഓർ ഡിപ്പാർട്ട്മെന്റിലാണ് കോസ്റ്റുകൾ അക്യുമുലേറ്റ് ചെയ്യുക. സച്ച് എ പാർട്ട് ഓഫ് എൻ ഓർഗനൈസേഷൻ യൂസ്ഡ് ഫോർ ദി കോസ്റ്റ് അസെർട്ടൈൻമെന്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ ഈസ് കോൾഡ് കോസ്റ്റ് സെന്റർ. വാട്ട് യു മീൻ ബൈ കോസ്റ്റ് സെന്റർ? The parts, division or unit of an organization used for cost ascertainment and cost control is called cost center. അപ്പോൾ കോസ്റ്റ് സെന്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോസ്റ്റ് കൺട്രോൾ ചെയ്യാനും കോസ്റ്റ് അസെർട്ടൈൻ ചെയ്യാനും ഒരു ഓർഗനൈസേഷൻ്റെ ഉള്ള ഒരു പാർട്ടിനെയാണ് നമ്മൾ പറഞ്ഞത്. ഓർഗനൈസേഷനെ പല പാർട്സ് ആയിട്ട് അല്ലെങ്കിൽ ഡിവിഷൻസ് ആയിട്ട് നമ്മൾ തിരിക്കുന്നു. ആ ഓരോ പാർട്ടും റെസ്പോൺസിബിൾ ഫോർ ദി അസെർട്ടൈൻമെന്റ് ആൻഡ് കൺട്രോൾ ഓഫ് കോസ്റ്റ്. അപ്പം അങ്ങനെ തിരിക്കുന്ന ഓരോ പാർട്ടിനെയുമാണ് നമ്മളെ കോസ്റ്റ് സെന്റർ എന്ന് പറയാം. ദെൻ വി ക്യാൻ ഡിസ്കസ് അബൌട്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസ്റ്റ് സെന്റേഴ്സ്. പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ, സർവീസ് കോസ്റ്റ് സെന്റർ, പ്രോസസ് കോസ്റ്റ് സെന്റർ, ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ, പേഴ്സണൽ കോസ്റ്റ് സെന്റർ, ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ. ഫസ്റ്റ് വൺ, പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ. Under production cost center, the production or manufacturing activities is carried out. ഈ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്ററിനകത്ത് നമ്മൾ പ്രൊഡക്ഷൻ ആക്ടിവിറ്റികളാണ് ക്യാരി ഔട്ട് ചെയ്യുക. ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോന്നാണ് അല്ലെ. ആ ഡിപ്പാർട്ട്മെന്റിനെ അല്ലെങ്കിൽ ആ ഡിവിഷൻ അല്ലെങ്കിൽ ആ പാർട്ടിനെയാണ് നമ്മൾ പറയുക കോസ്റ്റ് സെന്റർ. അപ്പോൾ പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്ററിൽ എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഇൻ വിച്ച് ഇറ്റ് ഇൻവോൾവ്സ് ദ പ്രൊഡക്ഷൻ ഓർ മാനുഫാക്ചറിങ് ഓഫ് എൻ ആക്ടിവിറ്റി. ഒരു ആക്ടിവിറ്റിയുടെ ഒരു പ്രൊഡക്റ്റിന്റെ പ്രൊഡക്ഷൻ മാത്രമാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്ററിൽ ഉണ്ടാവുള്ളൂ. Then service cost center. It is a center engaged in providing services. സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്ന സെന്ററുകൾ മാത്രമാണ് അല്ലെങ്കിൽ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് മാത്രമാണ് സർവീസ് കോസ്റ്റ് സെന്ററിൽ ഉണ്ടാവുള്ളൂ. Then process cost center. Process cost center consists of specific process or continuous sequence of ഓപ്പറേഷൻ. പ്രോസസ്സുകൾ മാത്രമാണ് ഒരു പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ വരുന്ന പ്രോസസ്സുകൾ മാത്രം ഡീൽ ചെയ്യുന്ന സെന്ററാണ് പ്രോസസ് കോസ്റ്റ് സെന്റർ. ദ നെക്സ്റ്റ് വൺ, ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ. ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ ഇസ് എ സെന്റർ ഇൻ വിച്ച് പർട്ടിക്കുലർ ഓപ്പറേഷൻ ഓർ വർക്ക്സ് ഈസ് ക്യാരിഡ് ഔട്ട്. നമ്മളൊരു പ്രത്യേക വർക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഓപ്പറേഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന സെന്ററാണ് ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ. അവിടെ ആ പർട്ടിക്കുലർ ഓപ്പറേഷൻ മാത്രമാണ് ടേക്സ് പ്ലേസ് ചെയ്യുള്ളൂ. ഫോർ എക്സാമ്പിൾ വെൽഡിംഗ് സെന്റർ, കട്ടിംഗ് സെന്റർ, അവിടേക്ക് ആ ഒരു ഫംഗ്ഷൻ മാത്രമായിരിക്കും നടക്കുന്നുണ്ടാവുക. ദെൻ പേഴ്സണൽ കോസ്റ്റ് സെന്റർ. ഇറ്റ് ഈസ് എ സെന്റർ ഇൻ വിച്ച് ദ പേഴ്സൺ ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഇപ്പോൾ ആളുകളുടെ ഒരു സെന്ററാണ്, പേഴ്സൺസ് ഓർ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺസ് ആണ് പേഴ്സണൽ കോസ്റ്റ് സെന്ററിൽ ഉണ്ടാവുക. ഫോർ എക്സാമ്പിൾ ഫോർമാൻ, സൂപ്പർവൈസർ, സെയിൽസ് മാനേജർ, സെയിൽസ്മാൻ എക്സെട്ര. പേഴ്സണൽ കോസ്റ്റ് സെന്റർ കൺസിസ്റ്റ് ഓഫ് എ പേഴ്സൺ ഓർ എ ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ. ഒരു ഗ്രൂപ്പ് ഓഫ് പേഴ്സൺ ആണ് പേഴ്സണൽ കോസ്റ്റ് സെന്ററിൽ അക്യുമുലേറ്റ് ചെയ്യുക. അത് മാത്രമാണ് ആ ഇതിൽ റെസ്പോൺസിബിൾ ആകുന്നുള്ളൂ. ദ നെക്സ്റ്റ് വൺ, ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ. ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ കൺസിസ്റ്റ് ഓഫ് എ ലൊക്കേഷൻ ഓർ ഐറ്റം ഓഫ് എക്യുപ്മെന്റ് എക്സെട്ര. ഇവിടെ നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള എലമെന്റ്സ് ഉണ്ടാവില്ല, എക്യുപ്മെന്റ്സും അതുപോലെ തന്നെ എന്താ പറയുക ലൊക്കേഷൻ ഒക്കെയാണ് ഇംപേഴ്സണൽ കോസ്റ്റ് സെന്ററിൽ ഉണ്ടാവുള്ളൂ. ദീസ് ആർ ഓൾ ദ ടൈപ്സ് ഓഫ് കോസ്റ്റ് സെന്റേഴ്സ്. പ്രൊഡക്ഷൻ കോസ്റ്റ് സെന്റർ, സർവീസ് കോസ്റ്റ് സെന്റർ, പ്രോസസ് കോസ്റ്റ് സെന്റർ, ഓപ്പറേഷൻ കോസ്റ്റ് സെന്റർ, പേഴ്സണൽ കോസ്റ്റ് സെന്റർ, ഇംപേഴ്സണൽ കോസ്റ്റ് സെന്റർ. അപ്പം ഇതിനകത്ത് അതാത് ആക്ടിവിറ്റികൾ മാത്രമാണ് ഈ സെന്ററുകളിൽ ക്യാരി ഔട്ട് ചെയ്യുള്ളൂ. Difference between cost center and cost unit. Now we can differentiate the cost center and a cost unit. Cost center is a division or department. We have already studied cost center is a division, department or unit for the accumulation of cost. We have studied that. While cost unit is the unit of a commodity. ഒരു കമ്മോഡിറ്റിനെ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് കോസ്റ്റ് യൂണിറ്റ്. Cost unit is the unit of a commodity. Cost center is the particular division or department.
ദെൻ കോസ്റ്റ് അക്യുമുലേറ്റഡ് ഇൻ കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്ററിലാണ് കോസ്റ്റ് അക്യുമുലേറ്റ് ചെയ്യുക. പക്ഷെ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നത് കോസ്റ്റ് യൂണിറ്റിലാണ്. കോസ്റ്റ് ആർ എക്സ്പ്രസ്ഡ് ഇൻ കോസ്റ്റ് യൂണിറ്റ്. പർപ്പസ് ഓഫ് കോസ്റ്റ് സെന്റർ ഈസ് കോസ്റ്റ് അസർടൈൻമെന്റ് ആൻഡ് കോസ്റ്റ് കൺട്രോൾ. കോസ്റ്റ് സെന്ററിന്റെ പർപ്പസ് എന്ന് പറയുന്നത് കോസ്റ്റ് അസർടൈൻ ചെയ്യുക, കോസ്റ്റ് കൺട്രോൾ ചെയ്യുക. അതുപോലെ തന്നെ കോസ്റ്റ് യൂണിറ്റിന്റെ ആ ഒരു പർപ്പസ് എന്ന് പറയുന്നത് ഇസ് ദ എക്സ്പ്രഷൻ ഓഫ് കോസ്റ്റ് ഓഫ് എ യൂണിറ്റ്. ഒരു യൂണിറ്റിന്റെ കോസ്റ്റ് എക്സ്പ്രസ് ചെയ്യുന്നതാണ് കോസ്റ്റ് യൂണിറ്റ്. ദെൻ സെലക്ഷൻ ഓഫ് കോസ്റ്റ് സെന്റർ ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി. ഓരോ ഇൻഡസ്ട്രിയുടെയും ആ നേച്ചർ, അതിൻ്റെ ടൈപ്പ്, സൈസ്, അതനുസരിച്ചിട്ടാണ് നമ്മൾ കോസ്റ്റ് സെന്റർ സെലക്ട് ചെയ്യുക. എത്ര കോസ്റ്റ് സെന്റർ വേണം, അതിൻ്റെ സൈസ് ടൈപ്പൊക്കെ അനുസരിച്ചിട്ടാണ് നമ്പറൊക്കെ നമ്മൾ തീരുമാനിക്കുക. പക്ഷേ സെലക്ഷൻ ഓഫ് കോസ്റ്റ് യൂണിറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ടൈപ്പ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. ആ പ്രൊഡക്റ്റിന്റെ നേച്ചർ അല്ലെ, പ്രൊഡക്റ്റിന്റെ നേച്ചർ സർവീസ് ആണെങ്കിൽ അല്ലെങ്കിൽ പ്രോഡക്റ്റ് ആണെങ്കിൽ അതിനനുസരിച്ചിട്ടായിരിക്കും നമ്മൾ കോസ്റ്റ് യൂണിറ്റ്. കിലോമീറ്റർ വേണോ, ലിറ്റർ വേണോ, മീറ്റർ വേണോ, കിലോഗ്രാം വേണോ, ടൺ വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുന്നത് നേച്ചർ ഓൺ ദ പ്രോഡക്റ്റ് ഓർ സർവീസ്. പക്ഷെ കോസ്റ്റ് സെന്റർ നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഓൺ ദ ബേസിസ് ഓഫ് ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രി, നേച്ചർ ഓഫ് ഇൻഡസ്ട്രി. അത് നോക്കിയിട്ടാണ് എത്ര ഡിപ്പാർട്ട്മെന്റ്സ് വേണം അല്ലെങ്കിൽ എത്ര സെന്റർ വേണം എന്ന് നമ്മൾ തീരുമാനിക്കുക. പക്ഷെ കോസ്റ്റ് യൂണിറ്റ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റിന്റെ നേച്ചർ നോക്കിയിട്ടാണ്. പ്രൊഡക്റ്റ് ഏത് രൂപത്തിലാണോ അതിനനുസരിച്ചിട്ടാണ് കിലോഗ്രാം വേണോ, കിലോമീറ്റർ വേണോ, ലിറ്റർ വേണോ എന്നൊക്കെ നമ്മൾ തീരുമാനിക്കുക. Then profit center. Profit center, it is the segment of activity of an organization which is responsible for making profit. ഏത് സെന്റർ ആണോ പ്രോഫിറ്റ് മേക്കിങ്ങിന് റെസ്പോൺസിബിൾ ആകുന്നത് ആ സെന്ററിനെയാണ് പ്രോഫിറ്റ് സെന്റർ എന്ന് പറയാം. പ്രോഫിറ്റ് സെന്റർ ഇസ് ദ സെഗ്മെന്റ് ഓഫ് എൻ ആക്ടിവിറ്റി വിച്ച് ഈസ് റെസ്പോൺസിബിൾ ഫോർ മേക്കിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് മേക്ക് ചെയ്യാനായിട്ട് റെസ്പോൺസിബിൾ ആകുന്ന സെന്റർ, അതാണ് പ്രോഫിറ്റ് സെന്റർ. ഇറ്റ് ഈസ് എ സെന്റർ റെസ്പോൺസിബിൾ ഫോർ ബോത്ത് റവന്യൂ ആൻഡ് കോസ്റ്റ് ആൻഡ് thereby profit for a particular activity. ഒരു ആക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട റവന്യൂ, കോസ്റ്റ്, അതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ് ആണ് ഈ സെന്റർ റെസ്പോൺസിബിൾ ആവുന്നത്. ഇറ്റ് ഈസ് ദ സെന്റർ റെസ്പോൺസിബിൾ ഫോർ റവന്യൂ ആൻഡ് കോസ്റ്റ് ആൻഡ് thereby profit for a particular activity. ഒരു ആക്ടിവിറ്റിയിൽ നിന്നുള്ള റവന്യൂ ആൻഡ് കോസ്റ്റ്, അതിലൂടെ കിട്ടുന്ന പ്രോഫിറ്റ്, അതാണ് ഈ സെന്ററിന്റെ റെസ്പോൺസിബിലിറ്റി. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ. പ്രോഫിറ്റിന് റെസ്പോൺസിബിൾ ആകുന്ന സെന്റർ ആണ്. സോ ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് റെസ്പോൺസിബിലിറ്റി സെന്റർ. ഇറ്റ് എയിംസ് അറ്റ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. പ്രോഫിറ്റ് സെന്ററിന്റെ മെയിൻ എയിം എന്ന് പറയുന്നത് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ആണ്. പ്രോഫിറ്റ് സെന്റർ ഈസ് ലാർജർ ദാൻ കോസ്റ്റ് സെന്റർ. കോസ്റ്റ് സെന്ററിനേക്കാൾ ഒരുപാട് വലുതാണ് പ്രോഫിറ്റ് സെന്റർ. എ പ്രോഫിറ്റ് സെന്റർ മേ കൺസിസ്റ്റ് ഓഫ് വേരിയസ് കോസ്റ്റ് സെന്റേഴ്സ്. ഒരു പ്രോഫിറ്റ് സെന്ററിൽ തന്നെ ചിലപ്പോൾ ഒന്നിലധികം കോസ്റ്റ് സെന്റേഴ്സ് ഉണ്ടായിരിക്കും.